നേരിട്ട് തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്ത് ഇങ്ങനെ നിക്ഷേപം കൊണ്ടുവരാൻ സാധിക്കില്ല. ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നം. പക്ഷേ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഇതിനകത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ട്. അതിനകത്ത് ചീഫ് സെക്രട്ടറി ഉണ്ട്, തുറമുഖ വകുപ്പ് സെക്രട്ടറി ഉണ്ട്, ഈ വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ MD ഉണ്ട്, നിയമവകുപ്പ് സെക്രട്ടറി ഉണ്ട്. അങ്ങനെ 5 പേരുള്ള ഒരു കമ്പനിയാണ്. എംപവേർഡ് കമ്മിറ്റിയാണ് ഇതിനകത്തുള്ളത്. ആ എംപവേർഡ് കമ്മിറ്റി പരിശോധിച്ച് ആ പരിശോധനാ റിപ്പോർട്ട് വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത് അത് ക്യാബിനറ്റിൽ വെച്ച് മാത്രമേ ഇത് അംഗീകരിക്കാറുള്ളൂ. അങ്ങനെ ഇവിടെ നടക്കൂ. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഈ അദാനി ഗ്രൂപ്പ് നടത്തിയത് അങ്ങേയറ്റം തെറ്റാണ്. ഞാൻ 1-2 കാര്യം കൂടി പറയാനുള്ളത്, ഈ തോമസ് ഐസക് പറഞ്ഞൊരു കാര്യമാണ്. ഞങ്ങളുടെ കാലത്ത് എഗ്രിമെൻ്റ് ആകെ കുഴപ്പമായിരുന്നു. ഇതിപ്പോൾ പറയുന്നതല്ല. ഞങ്ങൾ ഈ 7500 കോടി രൂപയുടെ നിക്ഷേപം ദിലീപ് തുറമുഖ കമ്പനി ആരംഭിക്കുന്ന സമയത്ത് അന്ന് CPM പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ ആരോപിച്ചത് 6500 കോടി രൂപയുടെ അഴിമതി ആണ് ആരോപിച്ചത്. അന്ന് ഞാൻ ചോദിച്ചിരുന്നു ഇതിന് എന്താണ് ഡീല്, ഇത്തരം ഒരു ഡീലുണ്ടോയെന്ന്. കാരണം 7500 കോടി രൂപയുടെ പ്രോജക്റ്റിന് 6500 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് ആരോപണമായിരുന്നത്. അന്ന് ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് CPM നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു ആരോപണം അന്ന് ഉന്നയിക്കാൻ കാരണം. ഞങ്ങളൊരു ആൾ പാർട്ടി ഡെലിഗേഷൻ, ഈ LDFൻ്റെ ഒരു ആൾ പാർട്ടി ഡെലിഗേഷനുമായിട്ട് ചർച്ച ചെയ്തു. അന്ന് തോമസ് ഐസക്ക് ഞാനും ആ യോഗത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളിൽ 3 കാര്യം. ഒന്ന് 40 വർഷത്തേക്കാണിത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. 40 വർഷത്തേക്ക് അങ്ങേയറ്റം തെറ്റാണെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ കണ്ണൂർ ഞങ്ങളുടെ സമയത്ത് ആലോചന തുടങ്ങിയതാണ്. അഴീക്കൽ പോർട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു ടെൻഡർ കണ്ടീഷൻ ഡോക്യുമെൻറ്റ് ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട് ഈ പിണറായി സർക്കാരിൻ്റെ. അതിനകത്ത് 60 കൊല്ലമാണ് അഴീക്കൽ പോർട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഇൻവെസ്റ്റർക്ക് 60 കൊല്ലത്തേക്ക് കൊടുക്കാമെന്നാണ് ഇപ്പോൾ അഴീക്കൽ പോർട്ടിൻ്റെ ടെൻഡർ കണ്ടീഷൻ പിണറായി സർക്കാർ അംഗീകരിച്ച്. ഞങ്ങൾ 40 കൊല്ലം എന്ന് പറഞ്ഞ് വിഴിഞ്ഞത്തിന് അംഗീകരിച്ചപ്പോൾ ആക്ഷേപവും ആരോപണം പറഞ്ഞ ആളുകളാണ്. കണ്ണൂരിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ടെൻഡർ കണ്ടീഷനിൽ 60 കൊല്ലത്തേക്ക് കൊടുക്കാമെന്നാണ് എഗ്രിമെൻറ്റ് ആ ടെൻഡർ കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് പിണറായിയുടെ ഗവൺമെൻറ്. രണ്ടാമത്തെ കാര്യം, അന്ന് ഐസക് ചോദിച്ചത് ഇതിനകത്ത് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഇത് കേരളത്തിന് ഗുണമല്ല അന്ന് പറഞ്ഞ ഒരാക്ഷേപം അതാണ്. മറ്റൊരു ആക്ഷേപം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ കേരളത്തിന് ഒരു പ്രയോജനം ഉണ്ടാവാത്തൊരു പദ്ധതിയാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലക്കാലം പിണറായി സർക്കാർ കൊട്ടിഘോഷിച്ചത് ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യം തന്നെയാണ്. ഞങ്ങൾ വെച്ച എഗ്രിമെൻറ്റിൽ വള്ളി വ്യത്യാസം വരുത്തിയില്ല. ഞങ്ങൾ അന്ന് വെച്ച എഗ്രിമെൻറ്റിൽ വള്ളി വ്യത്യാസമില്ലാതെയാണ് പിണറായി സർക്കാർ 10 കൊല്ലം ഈ തുറമുഖമായിട്ട് മുന്നോട്ട് പോയത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. ഇത് അദാനിക്ക് ഞങ്ങൾ രഹസ്യധാരണയിൽ കൊടുത്തു എന്ന് ഐസക് ആരോപിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞ പത്രസമ്മേളനത്തിൽ. പക്ഷേ നിങ്ങൾ ഓർക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്ത് ഈ ലാൻഡ് ലോഡ് മോഡലായിട്ട് നടപ്പാക്കാനാണ് തീരുമാനിച്ചത്. അന്ന് IFC എന്ന് പറയുന്ന വേൾഡ് ബാങ്കിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് ഇതിൻ്റെ ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയപ്പോൾ IFC ഇതിൻ്റെ പഠനം നടത്തിയപ്പോൾ പറഞ്ഞത്, ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ IFCയുടെ റിപ്പോർട്ടുണ്ട്. അന്ന് പറഞ്ഞത് വൈറ്റ് എലഫൻ്റ് എന്നാണ്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് എലഫൻ്റ് എന്നാണ് VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്ത് IFCയുടെ റിപ്പോർട്ട്. ആ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ലാൻഡ് മോഡൽ നടപ്പാക്കാൻ വേണ്ടി VSൻ്റെ കാലത്ത് ടെൻഡർ വിളിച്ചു. പലരും ആരും പങ്കെടുത്തില്ല, റെസ്പോണ്ട് ചെയ്തില്ല. ഞങ്ങൾ ടെൻഡർ വിളിച്ചു. ഞങ്ങൾ അദാനിക്ക് വിളിച്ച് തളികയിൽ വെച്ച് കൊടുക്കുകയല്ലേ ഇത്. ഞങ്ങളിതിനു വേണ്ടി റോഡ് ഷോ നടത്തി, ഗ്ലോബൽ ടെൻഡർ വിളിച്ചു, ആരും റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത് ഞങ്ങൾ പല ശ്രമങ്ങൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയായിട്ട്
ധാരണയിൽ ഇത് നടത്താൻ ആലോചിച്ചു, ജോയിൻറ്റ് വെഞ്ചർ നടത്താൻ ആലോചിച്ചു. അവർ തയ്യാറായില്ല. അപ്പം ലാൻഡ് ലോഡ് മോഡൽ പ്രായോഗികമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും സാമ്പത്തികാര്യ വിദഗ്ധരുടെയും അതുപോലെ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെയും എല്ലാം ഉപദേശ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് തീരുമാനിച്ചത്. ഇതിന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ PPP ആയിട്ടൊരു തുറമുഖം നിർമ്മിക്കുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു. ഇന്നിപ്പോൾ ആ എഗ്രിമെൻ്റാണ് ഇന്ത്യ ഒട്ടാകെ മോഡലായിട്ട് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആർക്കും തലയിൽ വെച്ച് കൊടുത്തതല്ല. ഞങ്ങളൊരു ടെൻഡർ കോട്ട് ചെയ്യാൻ ഒരാളെ കിട്ടാത്തൊരു സാഹചര്യത്തിൽ നോക്കിയിരുന്നിട്ട് പല കമ്പനികളുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചു. അവരാരും ടെൻഡർ കോട്ട് ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് അന്ന് ശ്രീ ജത്മലാനി ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ 800 കോടി രൂപ ഇതിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തന്നത്. ഇത് വയബിൾ ആകില്ലെന്ന് മുൻകൂട്ടി ധാരണയുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. അതാണ് ഞങ്ങളുടെ കാലത്ത് ആരംഭിച്ച് നടപ്പാക്കിയത്. പിന്നീട് അത് ഇവർ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇതിൻ്റെ ഖ്യാതി അവകാശപ്പെടുന്ന ആളുകൾ ഈ 10 കൊല്ലത്തിനിടയിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച്, അതിനു മുമ്പുണ്ടായ കാര്യങ്ങൾ വിസ്മരിക്കരുത്. എന്തോ ഏത് ഞാൻ പറഞ്ഞ ഓഹരി കൈമാറ്റം നടന്നത് ആ കാലത്തുനിന്നല്ല. ഞാൻ പറഞ്ഞത് ഒരു 13,000 നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, 13,000 കോടി രൂപ ഒരു വിദേശ കമ്പനി ഇവിടെ നിക്ഷേപിക്കാൻ മുന്നോട്ട് വരുന്നു. അവരൊറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഇത്രയും കോടി രൂപ നിക്ഷേപിക്കുമോ? ഇപ്പം ഞാൻ ഈ ഹോട്ടലിന് വില പറയുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഹോട്ടലിന് വില പറയാം. ഈ ഹോട്ടൽ ഞാൻ ഒരു ദിവസം മുമ്പ് നിങ്ങളുടെ കച്ചവടമൊക്കെയാണോ? അല്ലല്ലോ. അതിന് ദീർഘകാലത്തെ പരിശോധനകൾ നടത്തും. അതുകൊണ്ട് MSC കമ്പനി ദീർഘകാലമായി കേരളത്തിൽ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പിണറായി സർക്കാർ ഇത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് സത്യം. 2 മാസമായിട്ട് അധികാരത്തിൽ വന്ന ശ്രീ VD സതീശൻ സർക്കാരിന് ഇതിനകത്തൊരു ബന്ധവുമില്ല. പക്ഷേ കേരള ഗവൺമെൻറ്റിനെ ഇരുട്ടി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം അദാനി ഗ്രൂപ്പ് നടത്തിയത് അങ്ങേയറ്റം തെറ്റാണ്, എഗ്രിമെൻ്റ് വയലേഷനാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി പറയുന്ന നിലപാട് കറക്റ്റാണ്.